അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുക. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഈശോ മിശിഹായുടെ എല്ലാ നന്മകളാലും സമാധാനത്താലും ഏറ്റവും അനുഗ്രഹീതരായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സുന്ദരമായ ഈ ദിവസത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ അച്ഛന്മാരുടെയും പേരുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. കുറച്ച് ചൊവ്വാഴ്ചകളായിട്ട് 10 ദൈവകൽപ്പനകളെ കുറിച്ചുള്ള 10 വചനങ്ങളെ കുറിച്ചുള്ള പഠന പരമ്പരയിലായിരുന്നു നമ്മളെല്ലാവരും. ഇന്ന് ഈ 1-ാം പ്രമാണത്തിന്റെ 1-ാം വചനത്തിന്റെ 2-ാം ഭാഗത്തിലുള്ള വിഗ്രഹങ്ങളെ കുറിച്ച് പഠനത്തെക്കാൾ ഉപരിയായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതവും കൂടി നമുക്ക് വിചിന്തനത്തിനായിട്ട് എടുക്കുക. യാഥാർത്ഥ്യങ്ങൾക്ക് കാഴ്ച നൽകുന്ന പ്രകാശത്തെ ഈ ലോകത്തിന്റെ ഇല്ലാമ പഴങ്ങൾ കഴിച്ച് മറച്ചു വെക്കുന്ന ഒരു ചലച്ചിത്രം, ഗുരു എന്ന ചലച്ചിത്രം ചെറുപ്പത്തിൽ കണ്ടുപോകുന്നുണ്ട്. തങ്ങൾ പരിചയിച്ചു കഴിഞ്ഞ ലോകത്തിൽ നിന്ന് പരിചയിച്ചിട്ടില്ലാത്ത സത്യങ്ങളെയും രൂപങ്ങളെയും വെളിപ്പെടുത്തുന്നവൻ ഗുരു. ഈ സത്യങ്ങളെല്ലാം അവരെ ഞെട്ടിക്കുകയും അവർക്ക് പുതിയ അർത്ഥങ്ങളും അവബോധങ്ങളും ഉണ്ടായിത്തീരുകയും ചെയ്യുകയാണ്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുകയും. പാറ്റുകളെ പോലെ പുതിയ പുതിയ അബദ്ധ ധാരണകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രകാശത്തിൽ പിടഞ്ഞു വീഴുന്ന ഇസ്രായേൽ ജനത്തോട്, നമ്മൾ ഓരോരുത്തരോടും തമ്പുരാൻ കർത്താവ് പറയുന്ന ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പ്. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും. 10 പ്രമാണങ്ങളിലെ 1-ാം തിരുവചനത്തിന്റെ 2-ാം ഭാഗങ്ങളും നിങ്ങളോട് അരുളി ചെയ്യുന്നത് ഇതാണ്: നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതവും ഈ പെരുന്നാളും നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ്: അബദ്ധ ധാരണകളെ വിവേകത്തോടെ സൂക്ഷിക്കുവാനായിട്ട്. പാദുവായിലെ വിശുദ്ധ അന്തോണീസ് കുട്ടിയാളിന്റെ പാദുവായിലെ അന്തോണീസിന്റെ വയ്ക്കുന്നത് പാദുവാക്കാരനല്ല, ഇറ്റലിക്കാരനുമല്ല, ലിസ്ബൺ, പോർച്ചുഗലിലാണ് വിശുദ്ധ അന്തോണീസ് ജനിക്കുന്നത്. ഈ പാദുവായിലോട്ട് വരുന്നതിന് മുമ്പ് തന്റെ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ ദൈവശാസ്ത്രം പഠിപ്പിക്കുകയായിരുന്നു വിശുദ്ധ അന്തോണീസ്. എന്നാൽ ഈ അധ്യാപനത്തിന് പുറമെ അതിനേക്കാൾ ഉപരിയായിട്ട് താൻ 4-ാം ലാറ്ററൻ കൗൺസിലിന്റെ സൂചിപ്പിക്കുന്ന അബദ്ധ ധാരണകളെ, അൽബിജൻസിയൻ, കത്താർസിയൻ അബദ്ധ ധാരണകൾക്ക് എതിരെ നിന്നപ്പോൾ വിശുദ്ധ അന്തോണീസിന് ഒരു പേര് കിട്ടി, ഒരു പുതിയ പേര്. പാഷണ്ഡതകളുടെ മേലുള്ള പ്രഹരം, പാഷണ്ഡകൾക്കുള്ള ചുറ്റിക, തിരുവഴുത്തുകളെ വളച്ചൊടിച്ചുകൊണ്ട് സമകാലിക പാഷണ്ഡതകളെ എതിരിടുവാനായിട്ട് വിശുദ്ധ അന്തോണീസ് ഏറ്റെടുത്തത് പുതിയ നിയമങ്ങളെക്കാൾ ഉപരിയായിട്ട് പഴയ നിയമങ്ങളെയായിരുന്നു. കാരണം പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് എതിരായിരുന്നു ഈ അൽബിജൻസിയൻ പാഷണ്ഡതകളുടെ ഒരു ജീവിതത്തിലെ ദുരന്തങ്ങളും വൈകല്യങ്ങളും
ജീവിതത്തിലെ അപകടങ്ങളും അതുപോലെ തന്നെ ശാപങ്ങളും ദൈവത്തിന്റെ ശാപമായിട്ട് കണ്ടെടുക്കുകയും അതിനെ പുണ്യപ്രവർത്തികളുടെ ഭാഗമായി കാണുകയും ചെയ്യുന്ന സമീപനങ്ങളും ചിന്തകളും എന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. മറ്റുള്ളവന്റെ ഭാരവും ജീവിത ക്ലേശങ്ങളും നോക്കിക്കൊണ്ട് സ്വന്തം വിശുദ്ധിയുടെ മാറ്റി നോക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവന്റെ അജ്ഞതയെ സ്വന്തം ജീവിത വളർച്ചയുടെ സൗകര്യമായി കാണുകയും ചെയ്യുന്നവരുടെ സ്വഭാവ വൈകൃതത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വിശുദ്ധ അന്തോണീസ്. മാറ്റപ്പെടേണ്ടവയ്ക്ക് മുറവിളി കൂട്ടുന്നവരുടെ മുറവിളിക്ക് കാതോർത്തുകൊണ്ട് തമ്പുരാൻ ഇസ്രായേലിനെ വഴിതെളിക്കുന്നു. എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മറകിടുന്ന നമ്മുടെ മനസ്സിനെ മയക്കുന്ന താരാട്ടുപാട്ടുകൾ കൊണ്ടാണ് ഇന്നത്തെ സമൂഹം തന്റെ വളർച്ചയ്ക്ക് ഒരു നൂതന മാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുകയും നമ്മുടെ ജീവിത മോഹങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർ അതിൽ തിന്നുവേൽക്കുകയും ചെയ്യുകയാണ്. അവൻ നിങ്ങളുടെ മനസ്സിനെ ഉറക്കി കിടത്തി ആ ഉറക്കലിന്റെ കാര്യങ്ങൾ തേടുമ്പോൾ അത് നേടുന്നത് താരാട്ടുപാട്ടിന്റെ രസത്തിലൂടെയാണ്. ഒരു മനസ്ഥിതി കൊണ്ട് നിങ്ങളെ ഉറക്കിക്കിടത്താം എന്ന് മനസ്സിലാക്കുകയും ആ ഉറക്കത്തിലൂടെ ഒരു പുതിയ മനസ്ഥിതി നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടാം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് ഈ സാമ്രാജ്യത്തിന്റെ ചിന്തകൾ. അങ്ങനെ ഇസ്രായേൽ തങ്ങളുടെ യാത്രയിൽ ഈജിപ്തിന്റെ രസത്തെക്കുറിച്ച് അവർ അവിടെ ജീവിച്ച ജീവിത മൂല്യങ്ങളെ കുറിച്ച് ഓർത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അലയാതെ വീടുണ്ടാക്കുവാനുള്ള പുറപ്പാട് യാത്രയിൽ മരുഭൂമിയുടെ അരക്ഷിതാവസ്ഥയിൽ തങ്ങളുടെ യാത്രയുടെ പുരോഗമനത്തിന്റെ 2ാം ഘട്ടത്തിൽ അവർ മടങ്ങുകയും പിൻവാങ്ങുകയും വിശ്രമം ആഗ്രഹിക്കുകയും കൂടാരമുണ്ടാക്കി സ്വർണ്ണക്കാളയെ ഉണ്ടാക്കുകയും പുതിയ ദൈവത്തെയും പുതിയ മതത്തെയും ആരാധിക്കുകയും ചെയ്യുന്നു. തങ്ങൾ പുതിയ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ സമൂഹത്തെ ഒരുമിച്ച് ഒരുപോലെ ഭക്ഷണം കഴിച്ച സമൂഹത്തെ സമുദായവൽക്കരിക്കുന്നു. യു ആർ ടോട്ടലി ഡ്രിവൻ. നിങ്ങൾ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു, നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണങ്ങളിലേക്ക് ഓടിപ്പോകുന്നു എന്ന് ചിന്തിച്ച് ഏറ്റവും നന്നായി ജീവിക്കുന്നത് ശൈശവത്തിലാണ്, ഏറ്റവും സുന്ദരമായി ജീവിക്കുവാൻ സാധിക്കുന്നത് കുട്ടിയായിരിക്കുമ്പോഴാണ് എന്നുള്ള നമ്മുടെ ചിന്ത നമ്മുടെ കഴിവുകളെ മന്ദീവയ്ക്കുകയും അതുപോലെ തന്നെ ഉള്ളത് മതി എന്നുള്ള അരാഷ്ട്രീയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. എന്ത് പുല്ല് തരുന്നവോ ആ പുല്ല് ഭക്ഷിക്കുകയും എന്ത് വെള്ളം തരുന്നവോ ആ വെള്ളം കുടിക്കുകയും വല്ലാതെ മെരുക്കപ്പെട്ട് ടോട്ടലി ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇത് വാസ്തവത്തിൽ ശൈശവ അഭിലാഷം, മൃത്യു അഭിലാഷം. എനിക്ക് കുട്ടിയായിരിക്കണം, എനിക്ക് കൂടുതൽ കുട്ടിയായിരിക്കണം, എനിക്ക് നശിക്കാതിരിക്കണം എന്നുള്ള ചിന്ത. ഈ മരുഭൂമി തരുന്നത്, ഈ മാറ്റങ്ങൾ തരുന്നത് അരക്ഷിതാവസ്ഥ. ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ 2 അടി പിന്നോട്ട് വെക്കുന്ന അവസ്ഥ. പഴയ നാഗരികതയിലേക്ക് തിരിച്ചു പോക്ക് ആഗ്രഹിക്കുന്ന അവസ്ഥ. ഈജിപ്തിൽ വച്ച് കിട്ടിയ സവാള കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. എനിക്ക് സവാള കിട്ടും, എനിക്ക് ശമ്പളം കിട്ടും, എനിക്ക് വെട്ടുകിളികൾ കിട്ടും, എനിക്ക് സാധാരണ ദിവസങ്ങളിൽ ചോറും കറിയും കിട്ടും. ഇത് ഈജിപ്തിലെ അടിമത്തം എനിക്ക് തരുന്ന ഭക്ഷണമാണ്. ഈജിപ്തിലെ അടിമത്തം എനിക്ക് തരുന്ന ഭക്ഷണം. എന്നെ കൂട്ടിലടച്ച ഈ മനുഷ്യ മൃഗ കൂടിന്റെ എനിക്ക് തരുന്ന ഭക്ഷണം. ഇത് ഈ ഒരു പാകപ്പെടുത്തലിൽ സമൂഹം നമ്മെ തെറ്റിദ്ധരിച്ചു. പക്ഷെ നാം അറിയുന്നില്ല,
നാം എന്താണ് ചെയ്യുന്നതെന്ന് നാം അറിയുന്നില്ലെങ്കിൽ നാം ഒരു പ്രത്യയശാസ്ത്രപരമായ മനസ്ഥിതിയാണ്. നാം ചിന്തിക്കുന്നു നാം വളരെ സ്വതന്ത്രരാണ് എന്ന്. നാം സ്വതന്ത്രരാണ്. അതിനാൽ പ്രിയമുള്ളവരെ, സഹോദരന്, അയൽക്കാരന് കാഴ്ച നിഷേധിക്കുന്നവൻ ഈജിപ്ഷ്യൻ മനസ്ഥിതിയുടെ അല്ലെങ്കിൽ യഹൂദ മനസ്ഥിതിയുടെ കാവൽക്കാരനും കൂട്ടിക്കൊടുക്കുകാരനുമാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. യഹൂദ മനസ്ഥിതിയുടെ കാവൽക്കാരനും കൂട്ടിക്കൊടുക്കുകാരനും. ഉറങ്ങണം എന്ന് പറയുന്നവൻ, ഉറക്കണം എന്ന് പറയുന്നവൻ ഈ നില മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഉണർത്തണം എന്ന് പറയുമ്പോൾ ഈ നില, ഇന്ന് നിലനിൽക്കുന്ന ഈ അവസ്ഥ മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ സമൃദ്ധിയുടെ പരിമിതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വ്യാമോഹത്തെ മുതലെടുത്തുകൊണ്ട് അതിൽ തിന്നുകൊടുക്കുകയും നമ്മളെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന മുതലാളിത്തത്തിന്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ജനതയുടെ മനസ്ഥിതി നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. പരിമിതമായ സമൃദ്ധിയിൽ നിൽക്കുമ്പോൾ പണം കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കുകയും പിന്നെ മൂല്യങ്ങളും ധാർമ്മികതയുമെല്ലാം വളരെ അപ്രധാനങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. മൂല്യങ്ങളും ധാർമ്മികതയും വളരെ അപ്രധാനങ്ങളാകുന്നു. പണം കൊണ്ട് എന്തും വാങ്ങിക്കാമെന്നും പിണങ്ങുന്നതിനെയെല്ലാം ഇണക്കാമെന്നും മൂല്യങ്ങളെയെല്ലാം തലകീഴായി നിർത്താമെന്നുള്ള പണത്തിന്റെ ഗർവ്. നിനക്ക് വേണ്ടതെല്ലാം പണം തരും എന്നുള്ള ചിന്ത. നിനക്ക് വസ്തുക്കൾ തരിക മാത്രമല്ല, നിങ്ങളുടെ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള കൊതിയും നിർമ്മാണിക്കുക എന്നുള്ളതാണ് ഈ പണത്തിന്റെ മറ്റൊരു സൂചന. നിങ്ങൾക്ക് കാർ തരുന്നു, നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരുന്നു, നിങ്ങൾക്ക് അങ്ങനെ പല പല സാധനങ്ങൾ തരുന്നു. അവയ്ക്ക് വേണ്ടിയുള്ള അഭിലാഷങ്ങൾ, അവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളെ കൂടി രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് സാമ്രാജ്യം നിലനിൽക്കുന്നത്. ഇതിനുള്ള ചെറുത്തെരിപ്പാണ്, ഈ പാഷണ്ഡതയ്ക്കെതിരുള്ള ചെറുത്തെരിപ്പാണ് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം. മറ്റുള്ള അബദ്ധ കാരണങ്ങളാൽ തെറ്റേത് ശരിയേത് എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നു. തെറ്റേത് ശരിയേത് എന്ന് നിർണ്ണയിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവൻ പാകം ചെയ്ത് ആൾ പാകം ചെയ്ത് വിളമ്പുന്ന ഭക്ഷണത്തിലും ആശയത്തിലും ആദർശങ്ങൾ കൊണ്ടും നമ്മുടെ വിശപ്പിനെയും കൊതിയിനെയും ഒരിക്കലും ഇല്ലാതാക്കുവാനാകുകയില്ല. ഒരിക്കലും ഇല്ലാതാക്കാനാകുകയില്ല. നമുക്ക് കടം തരുകയും നമുക്ക് കടം തന്നേ തീരൂ എന്നുള്ള അവശതകൾ ഉണ്ടാക്കുകയും കടം വാങ്ങിച്ചേ തീരുന്നു എന്നുള്ള വാശികളും നമുക്ക് തിരിച്ചറിയാം. കാരണം ജീവിതത്തെ യാഥാർത്ഥ്യ ബോധ്യത്തോടെ നോക്കിക്കാണുന്നവന് ദൈവം എപ്പോഴും സമീപസ്ഥനാണ്. പ്രകാശം നിഴലുകളെ രൂപപ്പെടുത്തുമ്പോൾ ഈ നിഴലുകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ഈ നിഴലുകൾ ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാം. നിഴലുകൾ ചൂണ്ടുപലകകളാണ്. ഈ നിഴലുകളെ നമ്മളെ എത്തിച്ചേരുന്നത് യാഥാർത്ഥ്യത്തിലേക്ക്. ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദൈവത്തിൻ്റെ ശാപത്താലുണ്ടാകുന്ന ദൈവശിക്ഷയല്ല, മറിച്ച് ദൈവിക വെളിപാടിൻ്റെ അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഈ ദൈവിക വെളിപാടിൻ്റെ അവസരങ്ങൾക്കായിട്ട് വചനത്തിൻ്റെ തെളിമയുള്ള കാഴ്ചകൾക്കായിട്ട് സ്നേഹത്തിൻ്റെ തെളിമയോടെ വിശുദ്ധ അന്തോണീസ് നമ്മെ കാണിച്ചപ്പോൾ 10 പ്രമാണങ്ങളിലൂടെ പിതാവായ ദൈവം നമ്മെ വഴി നടത്തുന്നത് പോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ